الصلاة والسلام على من لا نبي بعده وعلى آله وصحبه المفين أهدا أما بعد. സംഘടനാ പ്രവർത്തനത്തിലെ ആത്മീയത എന്ന വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ചർച്ചയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത ജേർണലിസ്റ്റ് അമീൻ പൊന്നാട്, മലയാളത്തിൽ PhD റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫൈസ് ഉരകം, അതുപോലെ തന്നെ സാമൂഹിക നിരീക്ഷകനായിട്ടുള്ള ഹബീബ് പാലൂർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഫഹദ് മരത്താണി. ഒരു പൊതു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓർഗൻ എന്നുള്ള പദത്തിൽ നിന്നാണ് ഓർഗനൈസേഷൻ അഥവാ സംഘാടനം എന്നുള്ള പദം രൂപപ്പെടുന്നത്. ഓർഗൻ എന്നത് സൂചിപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവത്തെയാണ്. ഒരു ശരീരത്തിന് വേണ്ടി അവയവങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നത് പോലെയാണ് സംഘടനയിലെ ഒരു വ്യക്തികൾ ആ സംഘടനയ്ക്ക് വേണ്ടി ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സംഘടനയുടെ പ്രാധാന്യം നമുക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം ഇന്നില്ല. കാരണം ഇതൊരു സംഘടനയുടെ യുഗമാണെന്ന് തന്നെ പറയാം. കാരണം രാജ്യം ഭരിക്കുന്നവർ മുതൽ കുട്ടികൾ വരെ സംഘടിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഈ ഒരു അവസരത്തിൽ നാം ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ഓർമ്മിക്കേണ്ടതുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്നുള്ളതാണ് ആ വാക്ക്. അപ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. ഒരു സംഘടനയുടെ പ്രാധാന്യം, അതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ് താങ്കളുടെ നിരീക്ഷണത്തിൽ? നേരത്തെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ സംഘടനയുടെ ഒരു പ്രാധാന്യത്തെയോ അതിൻ്റെ ലക്ഷ്യത്തെയോ കൂടുതൽ വിവരിക്കേണ്ട ഒരു ആവശ്യകത ഇന്നില്ല. കാരണം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ വിവിധങ്ങളായ സംഘടനകൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം സംഘടനകളെല്ലാം അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യവും ഒരു അജണ്ടയും സെറ്റ് ചെയ്തിട്ടാണ് അവർ സംഘടന രൂപീകരിക്കുന്നത്. എന്നാൽ ഈ സംഘടനകൾ അവരുടെ ലക്ഷ്യങ്ങൾക്ക് അപ്പുറം സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു സംഘടന എന്നുള്ളതിൻ്റെ പ്രാധാന്യം എത്രത്തോളാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ ലോകത്തെ കാണുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഒരു സംഘമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഗാന്ധിയും നെഹ്റുവും അടങ്ങുന്ന ഒരു നേതാക്കളുള്ളൊരു ടീം വർക്ക് മാത്രമായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നൊരു ആശയത്തെ രൂപീകൃതമാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. മറിച്ച് ആ നേതാക്കൾക്ക് കീഴിൽ നിന്നുകൊണ്ട് ചങ്കുറപ്പോടെ കൂടി പ്രവർത്തിക്കാൻ ഉതകുന്ന പ്രവർത്തകരെ ആ നേതാക്കൾ നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ് ഒരു സംഘടനയുടെ ഫലം എന്നുള്ളത്. ആ പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ചിട്ടുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്നൊരാശയത്തെ ഇന്ന് നമുക്ക് ഇത്ര മനോഹരമായി വരച്ച് കാണിക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സംഘടന എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഇനി സംഘടനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിലെടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് മതസംഘടനകൾ എന്നുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിൽ ധാരാളം മതസംഘടനകൾ ഇന്ന് നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മതസംഘടനകൾ മറ്റു സംഘടനകളെ അപേക്ഷിച്ച് തങ്ങളുടെ മതപ്രചരണത്തിനും മതത്തിൻ്റെ ആശയങ്ങളെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതോടൊപ്പം സാമൂഹ്യ പുരോഗതിക്കും സമൂഹത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും ഇത്തരം സംഘടനകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഇന്ന് മതസംഘടനകളുടെ കീഴിൽ വലിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു മതത്തിൻ്റെ കീഴിൽ ഏകോപിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാകുമ്പോൾ തന്നെ അത് സാമൂഹിക പുരോഗതിക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ചുരുക്കത്തിൽ മതസംഘടനകൾ എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. സംഘടനയുടെ പ്രാധാന്യവും ലക്ഷ്യവും നാം ഇവിടെ ചർച്ച ചെയ്തു.
ഈ ഒരു അവസരത്തിലാണ് സംഘടനയുടെ ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് സംഘടനാ പ്രവർത്തകൻ്റെ കഴിവാണ്, നേതൃത്വത്തിൻ്റെ കഴിവാണ്. ഈ ഒരു നേതൃത്വം ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ഉണ്ടാകും. ഈ ഒരു ചർച്ച വരുമ്പോഴാണ് നമ്മുടെ സംഘടനയുടെ ആത്മീയത എന്ന വിഷയം നാം ചർച്ച ചെയ്യേണ്ടത്. അതിനെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? സംഘടനാ പ്രവർത്തനത്തിൽ ആത്മീയത നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഒരു സംഘടനയിൽ ഏതൊരു സംഘടനയും പ്രവർത്തിക്കുന്നത് അതിൻ്റെ നേതൃത്വത്തിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയുമാണ്. ഇത്തരത്തിലുള്ള ഒരു നേതൃത്വവും അതിലെ അംഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളും ആ സംഘടനയുടെ ലക്ഷ്യവും അതിൻ്റെ മൂല്യങ്ങളും ഇവയെല്ലാം ഒരു ഒറ്റ ചിന്തയായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ആ സംഘടന യഥാർത്ഥത്തിൽ വിജയം കാണുന്നത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഈ നേതൃത്വവും അതുപോലെ തന്നെ അതിലെ അംഗങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട ചില മാനുഷിക ഗുണങ്ങൾ. അതായത് സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും സമാധാനവും പരസ്പര ഐക്യവും അതുപോലെ തന്നെ ഇതര സംഘടനകളോടുള്ള സൗഹാർദ്ദപരമായ സമീപനങ്ങൾ തുടങ്ങി മാനസികപരമായ ചില ഗുണങ്ങൾ ഒരു പ്രവർത്തകനിൽ ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. ഇത്തരം ഇവയെല്ലാം ഒരുമിക്കുന്ന ഒരു ആന്തരിക ശക്തിയെയാണ് യഥാർത്ഥത്തിൽ സംഘടനയിലെ ആത്മീയത എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. കേവലം ഒരു മതപരമായ ചില ചടങ്ങുകളോ അല്ലെങ്കിൽ ഉപദേശ നിർദ്ദേശങ്ങളോ മാത്രമല്ല ആത്മീയത എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംഘടനയിലെ ആത്മീയതയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ മാനുഷിക ഗുണങ്ങളെ പ്രാധാന്യവൽക്കരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സംഘടനകൾ ഇന്ന് നമ്മുടെ നാടുകളിലെല്ലാം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായി കാണാൻ കഴിയും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പ്രാദേശിക തലങ്ങളിലെല്ലാം നിരവധി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം സംഘടനകളെല്ലാം രാഷ്ട്രീയപരമായും മതപരമായും സാമൂഹികമായും അതുപോലെ തന്നെ തൊഴിൽപരമായി തുടങ്ങിയ എല്ലാ മേഖലകളിലും നിരവധി സംഘടനകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ അവയുടെ ലക്ഷ്യങ്ങൾ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അവിടെയാണ് ഈ സംഘടനയുടെ ആത്മീയത എന്നുള്ളത് പ്രാധാന്യമാകുന്നത്. ഈ അവരുടെ മാർഗം സ്വീകരിക്കുന്നത് എല്ലാ സംഘടനകളും ഒരുപോലെ മാർഗം സ്വീകരിക്കുന്നതല്ല. ചില സംഘടനകൾ ധാർമ്മികപരമായി മുന്നേറുമ്പോൾ മറ്റു ചിലർ അധാർമികമായിട്ടാണ് സംഘടനയെ സമീപിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ സംഘടനയിലെ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവരിലെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും സമൂഹത്തിന് ഉപകരിക്കുന്നതായിരിക്കണം. അതെ, അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതിന് ആത്മീയമായിട്ടുള്ള ഒരു പ്രാധാന്യം എന്നുള്ളതാണ്. അതാണ് സമൂഹത്തിനും ഒരുപാട് ഫലം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആത്മീയത ഇല്ലാതെയുള്ള ഒരു സംഘടന എങ്ങനെയായിരിക്കും? ഒരു സാമൂഹിക നിരീക്ഷണം എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഈ ആത്മീയത ഇല്ലാത്ത സംഘടനകൾ എന്ന് പറയുമ്പോൾ അത്തരം സംഘടനകളുടെ ആന്തരിക ഘടന തന്നെ തകരാറിലായിരിക്കും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു മികച്ച പ്രവർത്തന മികവ് കാഴ്ചവെക്കുവാൻ ഇത്തരം സംഘടനകൾക്ക് കഴിയാതെ പോകും. ഇത്തരം സംഘടനകളിൽ സ്വാർത്ഥതയ്ക്ക് വലിയ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനന്തരഫലമാണ് അധികാരമോഹം, സ്ഥാനക്കയറ്റം, അതുപോലെ വ്യക്തിപരമായ നേട്ടങ്ങൾ. ഇതിൻ്റെ ഒരു വടംവലികൾ ഇത്തരം സംഘടനകൾക്കുള്ളിൽ സജീവമായി കാണാം. നമ്മൾ എന്ന ഒരു തലത്തിൽ നിന്ന് ഞാൻ എന്നതിലേക്ക് ഒരു സംഘടനയിലുള്ളവർ വരെ സംഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചുരുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. മാത്രമല്ല ഐക്യം തകരുകയും വിഭാഗീയത രൂപപ്പെടുകയും ചെയ്യും. ഒരു സംഘടനക്കുള്ളിൽ തന്നെ പ്രത്യേകമായി ചേരിതിരിവുകൾ, കൂട്ടുകെട്ടുകൾ രൂപപ്പെടുകയും തമ്മിലടികളും കലഹങ്ങളും ഇതെല്ലാം രൂപപ്പെടുന്നത് അതിൻ്റെ ആത്മീയമായ അതിനൊരു വശമില്ലാത്തത് കൊണ്ടാണ്. കൃത്യമായ ഒരു സംഘടനാ ബോധവും ലക്ഷ്യവും ഇല്ലാതെ ആത്മീയത ഇല്ലാത്ത ഒരു സഞ്ചാരമാകുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അതിൻ്റെ മറ്റൊരു പ്രശ്നമാണ് നമുക്ക് കാണാൻ സാധിക്കും, അധികാരം എല്ലാവർക്കും ആവശ്യമായി തോന്നും. ഇത്തരം സംഘടനകളിൽ അധികാരമോഹം വലിയ തോതിലുണ്ട്. സ്ഥാനം വേണം, എന്നിരുന്നാലോ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ, ഒരു ജോലി ചെയ്യുക എന്നിടത്ത് വളരെ മടി കാണിക്കുന്നത്, അതല്ലെങ്കിൽ
ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തെങ്കിലും ഒരു ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അത് മറ്റുള്ളവരുടെ മേലിൽ ചാർത്തി വെക്കുക, അതല്ലെങ്കിൽ ഒരു കുറ്റം വരുമ്പോൾ അത് മറ്റുള്ളവരുടെ മേലിൽ ആരോപിക്കുക. ഇത്തരത്തിൽ ഒരു ഐക്യവും ഒരുമയും നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന സ്വഭാവം ഈ ആത്മീയത ഇല്ലാത്ത സംഘടനാ പ്രവർത്തനങ്ങൾ, അത്തരം സംഘടനകളുടെ ഒരു മെയിൻ പോരായ്മയാണ്. മാത്രമല്ല, ഇത്തരം സംഘടനകൾ സമൂഹത്തിന് നേട്ടമുണ്ടാക്കുന്നതിൽ പിന്നോക്കം നിൽക്കുന്നതിൻ്റെ മുഖ്യ കാരണവും ഇത്തരം സ്വാർത്ഥതകളും അധികാരമോഹങ്ങളും വ്യക്തിപരമായ ലക്ഷ്യങ്ങളും മാത്രമാണ്. അപ്പോൾ ഒരു സംഘടനയാകുമ്പോൾ ലക്ഷ്യം വേണം, ആ ലക്ഷ്യം അതുപോലെ തന്നെ ആത്മീയത ആയിരിക്കണം അതിൻ്റെ പ്രാധാന്യം എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ആത്മീയത ഇല്ലാതെയുള്ള ഒരു സംഘടന സമൂഹത്തിൽ ഒരു നിലക്കും മാറ്റങ്ങൾ വരുത്താൻ ഉതകുന്നതല്ല, മറിച്ച് വ്യക്തിപരമായിട്ടുള്ള പോരുകൾക്ക് മാത്രമാണ് അതൊരു ആവശ്യമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂജൻ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം കൊണ്ടുവരേണ്ടത്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? ന്യൂജൻ കാലത്ത് സംഘടനകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സംഘടനകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ സംശയിച്ചു പോവും, ഈ സോഷ്യൽ മീഡിയയാണോ സംഘടന എന്നുള്ളത്. അപ്പോൾ ഈ പണ്ട് കാലം മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായും പ്രവർത്തന മേഖലകളിൽ പ്രചരണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് ചുമരെഴുത്തുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് സന്ദേശങ്ങൾ അയക്കാൻ സോഷ്യൽ മീഡിയ കൊണ്ട് ഉപകരിക്കുന്നുണ്ട്. അതാണ് ഈ ഏറ്റവും എളുപ്പത്തിലുള്ള വാർത്താവിനിമയമായി മാറുന്നത്. അതുപോലെ തന്നെ ഈ സന്ദേശങ്ങളെല്ലാം തീർച്ചയായും ട്രെൻഡി ആയിരിക്കണമെന്നുള്ളതാണ് ഏതൊരു സംഘടനാ പ്രവർത്തകരുടെയും ആഗ്രഹം. അവർ അതാണ് ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ക്ലാസ് മുറികളും ചായക്കടകളും ചർച്ചാവേദികളാവുമ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വിറ്ററുകളും ത്രെഡുകളും ചർച്ചാ പ്രശ്ന പരിഹാര വേദികളായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ തന്നെ സോഷ്യൽ മീഡിയ എത്രത്തോളം സംഘടനകളിലും യുവത്വത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വേറൊരു വിഷയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നേതൃത്വ ശൈലിയിലെ മാറ്റം, പരമ്പരാഗതമായി വന്നുകൊണ്ടിരിക്കുന്ന കമാൻഡുകളും അതുപോലെ തന്നെ ഉപദേശങ്ങളുമെല്ലാം ഇന്നത്തെ തലമുറക്ക് ഉൾക്കൊള്ളണമെന്നില്ല. അവർ അതിനെതിരെ ചിലപ്പോൾ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. മാത്രമല്ല, പരമ്പരാഗതമായി നേതൃത്വ ശൈലിയിൽ നിൽക്കുന്ന ആളുകൾ, അവരെക്കാളും ഈ യുവത്വം ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വിഷയാധിഷ്ഠമായി ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആളുകളിലേക്കാണ്. ഈ ഒരു ആളുകളെയാണ് യുവതലമുറ റോൾ മോഡലായിക്കൊണ്ടും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഒരു നേതാവിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയെല്ലാം ആയിരിക്കണമെന്നാണ് അവർ കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആളുകളാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ സന്ദേശങ്ങൾ കൊണ്ടുവരാനും അതുപോലത്തെ വേറെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇതുപോലത്തെ ആളുകളെ കൊണ്ടാണ് സാധിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയും നേതൃത്വ ശൈലിയിലെ മാറ്റവും ഈ ന്യൂജൻ കാലത്ത് ഈ സംഘടനയിൽ വന്ന ഏറ്റവും വലിയ ഒരു മാറ്റം തന്നെയാണ്. അപ്പോൾ സംഘടന കൊണ്ട് പലരും പറയുന്ന ഒരു വാക്കാണ്, സംഘടന കൊണ്ട് കേവലം പോസ്റ്റർ ഒട്ടിക്കുക പോലത്തെ സമയനഷ്ടങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, സമൂഹത്തിനൊരു നേട്ടവുമില്ല എന്ന് പറയുന്നവരുണ്ട്. ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വാദത്തെ വിലയിരുത്തുന്നത്? ഈ സംഘടനകൾ എന്ന് പറയുമ്പോൾ സംഘടനാ പ്രവർത്തനം കേവലം ഒരു പോസ്റ്റർ ഒട്ടിക്കലോ അതല്ലെങ്കിൽ ഇത്തരം ബാനർ തൂക്കലും ആണ് എന്ന് പറയുന്നവർ, ഇന്നത്തെ കാലത്ത് ആ ഒരു പോസ്റ്റർ ഒട്ടിക്കലിലും അല്ലെങ്കിൽ ആ ബാനർ തൂക്കുന്നതിലൂടെയും ആ സംഘടനകൾക്ക് അതിലൂടെയും ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ആ സംഘടനകൾ ഇന്ന് വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. തങ്ങളുടെ പ്രവർത്തകർ ഏതെങ്കിലും ഒരിടത്ത് ഒതുങ്ങിയിരിക്കാതെ അവർ എപ്പോഴും ആക്റ്റീവായി സജീവമായി ഇരിക്കുന്നതിന് യുവാക്കളിൽ ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവരുമ്പോൾ അവർ പ്രത്യേകിച്ച് അവർക്ക് അതൊരു എൻജോയ്മെൻ്റാണ്, ഒത്തുകൂടൽ. അതിൽ ഇത്തരം പോസ്റ്റർ ഒട്ടിക്കുന്ന സാഹചര്യങ്ങളിൽ ചായ കുടിക്കലും വെള്ളം കുടിക്കാൻ പോകുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യം അതിൻ്റെ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വെറും ഒരു ചടങ്ങിക്കൂടൽ എന്നതിലപ്പുറം ഇത്തരത്തിൽ ഈ ഒത്തുകൂടലുകളിൽ ഇങ്ങനെ സംഘടിക്കുന്നതിൻ്റെ മറ്റൊരു വശങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും.
പ്രവർത്തകരെ സജീവമായി നിർത്തുന്നതിന് ഇതൊരു കാരണമാണ് എന്നുള്ളതാണ്. പിന്നെ സംഘടന എന്ത് നേട്ടമാണ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കുകയുണ്ടായി. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ എല്ലാവർക്കും ഇന്ന് മതപരമായി നിസ്കരിക്കുവാൻ അല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ തുടങ്ങി മതത്തിൻ്റെ ബാലപാഠങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം, നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇനി നമ്മൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ പേരിന് മുസ്ലിം നാമധാരികളായി നമുക്ക് ഒരുപാട് പേരെ കാണാം. എന്നാൽ മതത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് മതത്തിൻ്റെ ബാലപാഠങ്ങളെ പോലും അറിയാത്തവരായിട്ടാണ് നമുക്കിവരെ കാണാൻ സാധിക്കുക. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളവർ ഇത്തരത്തിൽ അറിവും ഈ മതത്തിൻ്റെ കാര്യത്തിൽ അറിവും അവഗാഹവും ഉള്ളവരായി മാറിയെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമൂഹത്തിൽ എന്ത് നേട്ടമാണ് ഈ സംഘടനകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് വ്യക്തമാവും. ഈ ചോദ്യം ചോദിക്കുന്നവർ ആ ഒരു സംഘടന ഉണ്ടാക്കിയ നേട്ടത്തെ അനുഭവിച്ചു കൊണ്ടിരുന്നിട്ടും അത് മനസ്സിലാക്കാതെയാണ് ഈ ചോദ്യം ചോദിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. കാരണം ഇന്നത്തെ നിലയിൽ നിന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇത്തരം പ്രസ്ഥാനങ്ങളും സംഘടനകളും രൂപപ്പെട്ട് അത് സജീവമായി സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പ്രവർത്തന മികവുകൾ കഠിന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ നാടുകളിൽ മതകലാലയങ്ങളും മറ്റു മതസ്ഥാപനങ്ങളും എല്ലാം രൂപപ്പെടുന്നത്. അതിൻ്റെ ഒരു അനന്തരഫലമാണ് നമ്മുടെ നാടുകളിൽ ഇന്ന് എല്ലാവരും മതത്തിൻ്റെ ബാലപാഠങ്ങളും അറിയുന്നവരായി മാറി എന്നത് അതിൻ്റെ ഒരു അനന്തരഫലമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നേട്ടം, സംഘടനയുടെ പ്രവർത്തന മികവ് കൊണ്ടുണ്ടായ ഈ നേട്ടം നമ്മളിൽ ഇന്ന് സാധാരണമായി നാം ഓരോരുത്തരും ആ നേട്ടത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ നേട്ടം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് ഇത് നമ്മെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ അറിവുണ്ട്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് നോക്കുമ്പോൾ അവരിൽ ഇത്തരം ഒരു സംഘടനാ പ്രവർത്തനം സജീവമായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിൽ ആ മതത്തിൻ്റെ അറിവും അവഗാഹവും ഇല്ലാതെ പോയത്. ഇവിടെയാണ് ഈ സംഘടന സമൂഹത്തിൽ കൊണ്ടുവന്ന മാറ്റത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്കളത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളൊരിക്കൽ ഇതുപോലെ ദഅവത്തിന് വേണ്ടി പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവസാനം പിരിയാൻ നേരത്തെ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ കൊണ്ടുവരണം. ഞങ്ങൾക്കറിയാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അദ്ദേഹം ജനിച്ചത് നമ്മളെ കർണാടകയിലാണോ എന്ന് ചോദിച്ചൊരു സംഭവമുണ്ട്. ആ ഒരു ഭാഗത്തെയും കേരളത്തെയും താരതമ്യേനെ പരിശോധിക്കുമ്പോൾ വലിയൊരു മാറ്റം തന്നെയാണ് സംഘടന കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സംഘടനയുടെ അടിത്തറയും ബലവും എന്ന് പറയുന്നത് ഒരിക്കലും പണമോ അല്ലെങ്കിൽ ആയുധമോ അല്ല. ഒരിക്കലും വെട്ടിപ്പിടിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയില്ല. അതിൻ്റെ ലാഭേച്ഛകൾ എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തകരുടെ ആത്മാർത്ഥതയും തനിക്കല്ല സമൂഹത്തിനാണ് തൻ്റെ പ്രവർത്തനം ആവശ്യമുള്ളത് എന്ന തോന്നലും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഒരു സംഘടന കൊണ്ട് സമൂഹത്തിനും വേണ്ടത്, ഒരു സംഘടന കൊണ്ട് അവർക്കും വേണ്ടത്. സ്വന്തമായിട്ട് പുരോഗതി ഉണ്ടാവുക, സമൂഹത്തിന് പുരോഗതി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സംഘടന നേടിക്കൊടുക്കുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ്. അതുകൊണ്ട് സമൂഹത്തെ മനസ്സിലാക്കി അവരെ സേവിക്കുന്ന ഒരു സംഘടന ഇവിടെ രൂപപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.